നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം ഏതായിരുന്നു? ഒരുപക്ഷേ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായൊരു വ്യക്തി നിങ്ങളെ അവഗണിച്ച നിമിഷമായിരിക്കാം അത്. ആ നിമിഷം നിങ്ങളുടെ ഹൃദയം പിടഞ്ഞു പോയിട്ടുണ്ടാവാം. ആ മുറിവുണങ്ങാതെ ആ വേദന മനസ്സിൽ കൊണ്ടുനടന്ന് അവഗണനയുടെ ആഴങ്ങളിലേക്ക് താണുപോയിട്ടുള്ള എത്ര ആൾക്കാർ നമുക്കിടയിലുണ്ട്. നമ്മൾ പലപ്പോഴും ആ അവഗണനയെ സ്നേഹത്തിൻ്റെ അഭാവമായി തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ കിട്ടാൻ, അവരോട് സംസാരിക്കാൻ നമ്മൾ യാചിക്കും. നമ്മൾ പിന്നാലെ നടക്കും. എന്നെയൊന്ന് ശ്രദ്ധിക്കാമോ, എന്നെയൊന്ന് സ്നേഹിക്കാമോ എന്ന് മനസ്സുകൊണ്ട് അലറി വിളിക്കും. എന്നാൽ ആ നിമിഷം നമ്മുടെ ആത്മാഭിമാനം നമ്മെ നോക്കി പരിഹസിക്കുന്നതായി തോന്നും. കാരണം ഭാരതീയ പാരമ്പര്യം നമ്മെ പഠിപ്പിച്ചത് യാചിച്ചു നേടുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ്. ഭഗവത്ഗീതയിൽ പോലും ഇപ്രകാരം പറയുന്നു: കർമ്മഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കുമ്പോൾ നമ്മുടെ കർമ്മം ദുർബലമാവുകയാണ്. ആചാര്യനായ ചാണക്യൻ ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ആത്മാഭിമാനമാണ്. അത് നഷ്ടപ്പെട്ടാൽ അവന് എല്ലാം നഷ്ടമാവും. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുക. ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരാനും നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാനും സഹായിക്കുന്ന 7 ചാണക്യ തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് വെറും ഉപദേശങ്ങളല്ല, ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തെ തന്ത്രം: സ്വയം നിരീക്ഷകൻ ആവുക. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതിന് മുമ്പ് അവൻ്റെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുക. ഇത് മറ്റുള്ളവരെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. സാധാരണയായി നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നിരീക്ഷിക്കും. എന്നാൽ ഇവിടെ നമ്മൾ സ്വന്തം ജീവിതത്തെ ഒരു മൂന്നാമത്തെ കണ്ണുകൊണ്ട് നോക്കിക്കാണണം. നിങ്ങൾ ആ ബന്ധത്തിൽ എത്രമാത്രം സമയവും ഊർജവും നൽകി? എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നു? നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങൾ അവർക്ക് അമിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടാവാം. ഒരു ചെടിയെ അമിതമായി നനച്ചാൽ അത് നശിച്ചു പോകുന്ന പോലെ, അമിതമായ ചിന്ത ചിലപ്പോൾ വിപരീത ഫലം നൽകിയേക്കാം. ഈ സ്വയം നിരീക്ഷണം നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും. ഒരുപക്ഷേ നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ അത് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ തിരിച്ചറിവ് നിങ്ങളെ ആ ബന്ധത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കും. നിങ്ങൾ സ്വയം ഒരു സിംഹത്തെപ്പോലെയാവുക. ഇത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കാതെ സ്വയം നിങ്ങളെ വിലയിരുത്താനും ശക്തി നേടാനും ഉള്ള കഴിവ് കണ്ടെത്തുക എന്നതാണ്. രണ്ടാമത്തെ തന്ത്രം: നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. ഒരാളുടെ അവഗണനയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ സമയം പാഴാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തും. നിങ്ങളൊരു മല കയറാൻ തുടങ്ങുമ്പോൾ താഴെയുള്ള കുഴികളെ നോക്കി നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മുകളിലെത്താൻ കഴിയില്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അവഗണനയുടെ ഇരുട്ടിൽ നിന്നും പുറത്തുവരാൻ ഏറ്റവും നല്ല വഴി നിങ്ങളുടെ സ്വന്തം പ്രകാശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനായി കഠിനമായി അധ്വാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾ യാചിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വരും. ലക്ഷ്യത്തിൽ നിന്നും വഴിമാറിപ്പോകരുത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ അവഗണന പോലുള്ള കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തും. ഇനി മൂന്നാമത്തെ തന്ത്രം: നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. നമ്മുടെ മൂല്യം നമ്മുടെ കഴിവുകളിലാണ്. ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വിദ്യ ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അത് മോഷ്ടിക്കാനോ നശിപ്പിക്കാനോ ആർക്കും കഴിയില്ല. ഇതൊരു നിധി പോലെയാണ്. നിങ്ങൾ എത്രത്തോളം കഴിവുകൾ നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂല്യവും വർദ്ധിക്കും.
ഒരു പുതിയ ഭാഷ പഠിക്കുക, ഒരു പുതിയ ജോലി നേടുക, സംഗീതം പഠിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകം വായിക്കുക. ഓരോ പുതിയ അറിവും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങൾ കൂടുതൽ ശക്തനായൊരു വ്യക്തിയായി മാറും. അപ്പോൾ നിങ്ങൾക്കു വേണ്ടി യാചിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ലോകം നിങ്ങളെ തേടി വരും. ഒരു നദിയുടെ തീരത്ത് പോയി വെള്ളം യാചിക്കേണ്ടതില്ല. വിദ്യ, ധനം എല്ലാ ധനങ്ങളിൽ വച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അറിവും കഴിവും ആർക്കും മോഷ്ടിക്കുവാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം അറിവുകൾ നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂല്യവും വർദ്ധിക്കും. നാലാമത്തെ തന്ത്രം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ നിയന്ത്രിക്കും. അവഗണനയുടെ ചിന്തകളിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. മനസ്സ് ഒരു കുതിരയെപ്പോലെയാണ്. അത് ലക്ഷ്യമില്ലാതെ ഓടി നടക്കും. അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം, യോഗ, പ്രാണായാമം എന്നിവ പരിശീലിക്കാം. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ഒരു കടലാസിൽ എഴുതി കീറിക്കളയുക. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണ്. അവിടെ വിഷച്ചെടികൾക്ക് വളരാൻ അനുവദിക്കരുത്. നല്ല പൂക്കൾ മാത്രം നട്ടുപിടിപ്പിക്കുക. മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തരുത്. ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു തന്ത്രമാണ്. ചിന്തകളെ നിയന്ത്രിക്കാനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാനും ഇത് ഉപകരിക്കും. അഞ്ചാമത്തെ തന്ത്രം നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ്. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ഉള്ളത്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: രോഗം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അവഗണനയുടെ വേദനയിൽ നിന്നും പുറത്തുവരാൻ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ രോഗിയായി മാറും. അത് നിങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കും. ദിവസവും വ്യായാമം ചെയ്യുക. പോഷണസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. ആരോഗ്യം ഒരു അമൂല്യ സമ്പത്താണ്. നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അതിനെ നിങ്ങൾ സംരക്ഷിക്കണം. ശരീരം എല്ലാ ധർമ്മങ്ങളുടെയും ആദ്യത്തെ ഉപാധിയാണ്. ആരോഗ്യമായ ശരീരം എല്ലാ നേട്ടങ്ങൾക്കും അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആറാമത്തെ തന്ത്രം നിങ്ങളുടെ ചുറ്റും ഉള്ളവരെ മാറ്റുക. ഒരു ബുദ്ധിമാൻ ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമെന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത്. നിങ്ങളെ അവഗണിക്കുന്നവരെ വിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ഒരു പുഴയുടെ അരികിൽ പോയി നിന്നാൽ അതിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയില്ല. പക്ഷേ നല്ല സുഹൃത്തുക്കൾ ഒരു കൈത്താങ്ങായി നിങ്ങളോടൊപ്പം നിൽക്കും. നല്ല സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുക, സംസാരിക്കുക, യാത്ര ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജം കൊണ്ടുവരും. മനസ്സിലില്ലാത്തവർ എത്ര അടുത്തുനിന്നാലും അകലെയാണ്. നിങ്ങളെ അവഗണിക്കുന്നവരെ വിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ഏഴാമത്തെ തന്ത്രം നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഇതാണ്. ഒരു വ്യക്തിയുടെ മൂല്യം അവൻ്റെ അറിവിലും സ്വഭാവത്തിലുമാണ്. അവഗണനയെ ഒരു ആഘാതമായി കാണാതെ ഒരു അവസരമായി കാണുക. നിങ്ങളുടെ മൂല്യം എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരം. ഒരു വജ്രത്തിന് അതിൻ്റെ തിളക്കം നഷ്ടമായാൽ അതിൻ്റെ മൂല്യം കുറയില്ല. അതുപോലെ ഒരാൾ നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുറവാണ്. നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ്. നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. അത് സ്വയം തിരിച്ചറിയുക. ഈ ലോകത്തിൽ ഗുണങ്ങളുള്ളവർ വളരെ കുറവാണ്. എന്നാൽ ദുർഗുണങ്ങളുള്ളവർ എവിടെയും ധാരാളമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ കഴിവുകളിലും സ്വഭാവത്തിലും അധിഷ്ഠിതമാണ്. മറ്റൊരാളുടെ അവഗണന നിങ്ങളുടെ മൂല്യത്തെ കുറയ്ക്കുന്നില്ല. ജീവിതം ഒരു നദിയെപ്പോലെയാണ്. ചിലപ്പോൾ വെള്ളം ശാന്തമായി ഒഴുകും. ചിലപ്പോൾ അത് പാറകളിൽ തട്ടി ചിതറിപ്പോകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നദി ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. അത് പുതിയ വഴികൾ തേടി മുന്നോട്ട് പോകും. അതുപോലെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. മറ്റുള്ളവരുടെ അവഗണന നിങ്ങളുടെ ജീവിതം നിർവഹിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല.
നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ അംഗീകരിക്കും. അതാണ് ചാണക്യൻ്റെ തത്വം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.